നമസ്കാരം. അടുപ്പ് കത്തിച്ച് LDF സമരം. ഗ്യാസ് ക്ഷാമത്തിൽ ജനജീവിതം മുട്ടുകുത്തുന്നു. കരിവാരക്കുണ്ട് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് LDF പ്രവർത്തകർ അടുപ്പ് കത്തിച്ച് ശ്രദ്ധേയമായ സമരം നടത്തി. ഗ്യാസ് ലഭ്യതയിലുണ്ടായ തടസ്സം ചെറുകിട വ്യാപാരികളെയും ഹോട്ടൽ ഉടമകളെയും ഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. പാചകവാതകം ലഭിക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടേണ്ട സാഹചര്യം വരുന്നു. അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്താത്ത പക്ഷം സമരം ശക്തമാക്കും. സമര നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ലിനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. KK ജെയിംസ് മാസ്റ്റർ, AK സജ്ജാദ് ഹുസൈൻ, KU തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഗ്യാസ് വിതരണത്തിലെ അനാസ്ഥക്കെതിരെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ട് നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. പ്രദേശത്ത് ഗ്യാസ് സിലിണ്ടറുകളുടെ അപര്യാപ്തത മൂലം ഭക്ഷണശാലകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തനം ചുരുക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള ചാനൽ. മനുഷ്യർ മരിക്കുന്നത് മാത്രമല്ല, ലോകത്താകമാനമുള്ള സമാധാന കാക്ഷികളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ യുദ്ധവെറിയന്മാരായ യുദ്ധഭ്രാന്തന്മാരായ ചില ആളുകൾ രാജ്യത്ത് ഇത്തരത്തിൽ അനാവശ്യമായ യുദ്ധങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ് എന്ന് പലപ്പോഴും നമ്മളെ പോലുള്ളവർ പറയുമ്പോൾ ചില ആളുകൾ അതിനെ പരിഹസിച്ച് പോന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഈ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സമരങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രതിസന്ധിയെ സംബന്ധിച്ചറിയാം. ഒന്ന്, ഇന്ത്യയിലാകെ വലിയ പ്രതിസന്ധിയിലേക്ക് ഗ്യാസ് ഉൾപ്പെടെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട് നോമ്പായതുകൊണ്ട് പല കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഇനി ഇത് തുറക്കാൻ വേണ്ടി പോവുകയാണ്. തുറക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ സാഹചര്യം, വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്തു. കഴിഞ്ഞ ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം വണ്ടൂരിലൊരു ഹോട്ടലിൽ പോയിട്ട് ഓർഡർ ചെയ്തപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണമല്ല, വേണമെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചാലോ എന്ന് വെച്ചു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഗ്യാസ് ഇല്ല. വെജിറ്റബിൾ ഭക്ഷണങ്ങൾ നടത്തണമെങ്കിൽ ഓരോ വിഭവത്തിനും പ്രത്യേകം ഗ്യാസ് അടുപ്പുകൾ വേണം. അത് തയ്യാറാക്കാനുള്ള ഗ്യാസ് കയ്യിലില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് ഗ്യാസ് ബ്ലാക്കിന് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് വണ്ടൂർ ഒരു സ്ഥലത്ത് വരികയും ബ്ലാക്കിന് കിട്ടാതെ തിരിച്ചു പോവുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം എന്നത്, വിറക് കത്തിച്ച് വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഗ്യാസ് സിലിണ്ടറാണ്. ഗ്യാസ് സിലിണ്ടറാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങളിലേക്കാൾ കൂടുതൽ വീട്ടാവശ്യത്തിനാണ്. ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടറുകളുടെ 87% ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വീട്ടാവശ്യങ്ങൾക്കാണ്. നമുക്ക് തോന്നും ഇത് സമ്പത്തുള്ളവർ മാത്രം ഉപയോഗിക്കുന്നതാണ്. അല്ല, നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളായി ഇവിടെ താമസിക്കുന്ന റൂമുകളിലൊക്കെ താമസിക്കുന്ന ആളുകളല്ല. അടുക്കള ഉണ്ടായിക്കോണമെന്നില്ല. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചതിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സമരങ്ങളുടെ ഉദ്ദേശത്തെക്കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രതിസന്ധിയെ സംബന്ധിച്ചറിയാം.